ദിവസം രാവിലെ മനോഹരമായ ചെറിയ ഗ്രാമത്തിലെ ബുദ്ധിമതിയായ മുത്തശ്ശി പ്രാദേശിക സ്കൂൾ സന്ദർശിക്കാൻ തീരുമാനിച്ചു. മുത്തശ്ശി മെയ് അവരുടെ ആകർഷകമായ കഥകൾക്കും ഉൾക്കാഴ്ചയുള്ള പാഠങ്ങൾക്കും പ്രശസ്തിയായിരുന്നു. ഈ ദിവസം അവർ ഒരു വലിയ ഒഴിഞ്ഞ പാത്രം, ഒരു ചാക്ക് അരി, പലതരം വർണ്ണാഭമായ ബീൻസ് എന്നിവ കൊണ്ടുവന്നു. അവർ ക്ലാസ്സിൽ കയറിയപ്പോൾ തന്നെ കുട്ടികൾ വളരെയധികം കൗതുകത്തോടെ നോക്കി. അവർ പാത്രം മേശപ്പുറത്ത് വെച്ചു. മൃദുവായ പുഞ്ചിരിയോടെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാൻ തുടങ്ങി. ഇന്ന് സമതുലിതമായ ജീവിതത്തിൻ്റെ സാരാംശം മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. അവർ കുട്ടികളോട് പറഞ്ഞു. അമ്മൂമ്മ മെയ് പറയുന്നത് കേൾക്കാൻ ആകാംക്ഷയോടെ കുട്ടികൾ മുന്നോട്ട് കുനിഞ്ഞു. ആദ്യം അവർ ചോറ് ചാക്കെടുത്ത് പാത്രത്തിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. ചെറുധാന്യങ്ങൾ വേഗം അടിയിൽ നിറഞ്ഞു. ഈ അരി നമ്മുടെ ദിവസങ്ങളിൽ നിറയുന്ന എല്ലാ ചെറിയ ജോലികളെയും, ദൈനംദിന ജോലികളെയും, ചെറിയ ഉത്തരവാദിത്തങ്ങളെയും പ്രതിനിധീകരിക്കുന്നു എന്ന് അവർ വിശദീകരിച്ചു. അധികം താമസിയാതെ പാത്രത്തിൽ പകുതിയോളം അരി നിറഞ്ഞു. അടുത്തതായി അവർ ഒരു പിടി നിറമുള്ള ബീൻസ് എടുത്ത് പാത്രത്തിലേക്ക് ചേർക്കാൻ തുടങ്ങി. കൂടുതൽ സ്ഥലമെടുത്ത് അരിയുടെ ഇടയിൽ ബീൻസ് സ്ഥിരതാമസമാക്കി. നമ്മുടെ ജോലി, ഹോബികൾ, കടമകൾ എന്നിങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിലെ കൂടുതൽ പ്രധാനപ്പെട്ട ജോലികളെയും ഉത്തരവാദിത്തങ്ങളെയും ഈ ബീൻസ് പ്രതീകപ്പെടുത്തുന്നു. അവ പ്രധാനമാണ്, പക്ഷേ അവ നമ്മുടെ സമയത്തിലും ഊർജത്തിലും ആധിപത്യം സ്ഥാപിക്കരുത്. അവസാനം മുത്തശ്ശി വൃത്താകൃതിയുള്ള 3 ആപ്പിളുകൾ പുറത്തെടുത്ത് ശ്രദ്ധാപൂർവം അരിയുടെയും പയറിൻ്റെയും മുകളിൽ വെച്ചു. പാത്രത്തിൽ ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ ഭൂരിഭാഗവും ആപ്പിൾ ഏറ്റെടുത്തു. പക്ഷേ അവ യോജിച്ചു. ഈ ആപ്പിൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു, അവർ പറഞ്ഞു. നിങ്ങളുടെ കുടുംബം, ആരോഗ്യം, നിങ്ങളുടെ അഗാധമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും, അവ സംതൃപ്തമായ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. ആപ്പിളുകൾ പാത്രത്തിൽ ഇഴയുന്നത് വിദ്യാർത്ഥികൾ കൗതുകത്തോടെ നോക്കി നിന്നു. മുത്തശ്ശി മെയ് അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങളിപ്പോൾ പാത്രത്തിൽ എന്താണ് ശ്രദ്ധിക്കുന്നത്? വിദ്യാർത്ഥികളിൽ ഒരാൾ കൈ ഉയർത്തി പറഞ്ഞു, ഇത് വളരെ നിറഞ്ഞതായി തോന്നുന്നു മുത്തശ്ശി മെയ്. മുത്തശ്ശി മെയ് തലയാട്ടി. അതെ, അത് ചെയ്യുന്നു. എന്നാൽ ഓർക്കുക, നിങ്ങൾ അവസാനമായി ചോറ് ഇട്ടിരുന്നെങ്കിൽ ആപ്പിളിന് വേണ്ടത്ര സ്ഥലമുണ്ടാകുമായിരുന്നില്ല. ജീവിതത്തിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ദിവസങ്ങൾ ചെറുതും പ്രാധാന്യമില്ലാത്തതുമായ ജോലികളിൽ നിറയ്ക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മതിയായി ഇടമുണ്ടാകില്ല. എന്നിട്ട് അവർ മേശയ്ക്കടിയിൽ എത്തി ഒരു ജഗ്ഗിൽ വെള്ളം കൊണ്ടുവന്ന് പതുക്കെ പാത്രത്തിലേക്ക് ഒഴിച്ചു. ആപ്പിൾ, ബീൻസ്, അരി എന്നിവയ്ക്കിടയിൽ അവശേഷിക്കുന്ന എല്ലായിടങ്ങളിലും വെള്ളം കയറി. ഈ വെള്ളം, അവർ പറഞ്ഞു, സന്തോഷത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ചെറിയ നിമിഷങ്ങളെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങളുടെ ജീവിതം നിറഞ്ഞതായി തോന്നുമ്പോൾ പോലും ഒരു സുഹൃത്തിനൊപ്പം ഒരു ചായ, അല്ലെങ്കിൽ ഒരു നിമിഷം ചിരി, അല്ലെങ്കിൽ അല്പം അപ്രതീക്ഷിത സന്തോഷം എന്നിവയ്ക്ക് എപ്പോഴും ഇടമുണ്ട്. അവളുടെ പ്രകടനത്തിലെ ബുദ്ധി മനസ്സിലാക്കി കുട്ടികൾ തലയാട്ടി. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മുത്തശ്ശി മെയ് ഉപസംഹരിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ആപ്പിളിന് മുൻഗണന നൽകുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സമയം കണ്ടെത്തുക. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുക. പയറും അരിയും പ്രധാന കാര്യങ്ങളിൽ നിറയട്ടെ. ജീവിതത്തെ സമ്പന്നമാക്കുന്ന ലളിതമായ സന്തോഷങ്ങളായ വെള്ളത്തിന് ഇടം നൽകാൻ ഒരിക്കലും മറക്കരുത്. മുത്തശ്ശി മെയ്യുടെ പാഠത്തിന് വിദ്യാർത്ഥികൾ നന്ദി പറഞ്ഞു. അവരുടെ കഥ എന്നും ഓർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. തങ്ങളുടെ ജീവിതം എങ്ങനെ സന്തുലിതമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പുതിയ ധാരണയുമായിട്ടാണ് അവർ ക്ലാസ് മുറി വിട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് വിലമതിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഗ്രാമീണ കുട്ടികൾ അവരുടെ കുടുംബങ്ങളുമായി കഥ പങ്കിട്ടു. താമസിയാതെ ഗ്രാമത്തിലെ എല്ലാവരും കൂടുതൽ സമതുലിതവും സംതൃപ്തവുമായ ജീവിതം നയിച്ചു. മുത്തശ്ശി മെയ്യുടെ ജ്ഞാനത്തിനും പാത്രം, ആപ്പിൾ എന്നിവയെക്കുറിച്ചുള്ള അവളുടെ പാഠത്തിനും നന്ദി. ബീൻസ്, അരി, വെള്ളം. If you love to watch this video, you can like, share and subscribe.